ഇന്നത്തെ വീഡിയോയിൽ 3 അടിപൊളി ചായക്കടികളാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കടികളാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുത്ത പലഹാരവും അതുപോലെ തന്നെ അധികം എണ്ണയില്ലാത്ത പലഹാരവും പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നോക്കാം. 2.5 അച്ച് ശർക്കരയിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് മെൽറ്റ് ആക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ നമുക്കതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ എടുക്കാം. അതിലേക്ക് നമുക്കിനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ഇതിന് ഒട്ടും ചൂട് വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കുത്താൻ പാകത്തിനുള്ള ചൂട് മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ഇത് ഫുള്ളായിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുക. ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കാം. അപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഓരോഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. നമുക്ക് അരിയൊന്നും അരക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്നൊരു ഉണ്ണിയപ്പമെല്ലാം കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുട്ടുപൊടി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ മൈദ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റേതായ സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു 2-3 ദിവസമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പഴം ചേർക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പഴം ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്തതൊരു കിടിലൻ ചായക്കടിയാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 1 കപ്പ് ശർക്കരയാണ്. അതിലേക്ക് നമുക്കിനി 1 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇത് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിനി നമുക്ക് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. പഴം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. 1/2 കപ്പ് തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഒരുപാടൊന്നും ഡ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കാം. ശർക്കരപ്പാനിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലപോലെ മിക്സ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഈ മിക്സ് ആക്കുന്ന സമയത്ത് ഈ പഴവും ഉടഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ റവയും നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. ആ ഒരു രീതിക്ക് നമ്മൾ മിക്സ് ആക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ സെറ്റായിട്ട് വരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് റവയിലേക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആയി പോരുത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഇനി നമ്മൾ വാഴയിലയിൽ കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ആക്കി കൊടുക്കാം.
എന്നിട്ട് സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് മടക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഷേപ്പിലാക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്, കിഡെല്ലാം ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു ചായക്കടിയാണ്. കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്തത് നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, കുഞ്ഞി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി നമ്മൾ നല്ലോണം കഴുകിയതിന് ശേഷം അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഒരു പാനിലോട്ട് കുറച്ച് ഗീയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ കൊത്തിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പച്ചരി നമുക്ക് അരിപ്പിലിട്ട് വെക്കുക, അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഏലക്കായാണ്, 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ, ഞാനിപ്പോൾ പറയുന്നത് നല്ല കറക്റ്റായിട്ടുള്ള അളവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. 2 വലിയ അച്ച് ശർക്കര, ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ചിട്ട് ശർക്കര മൊത്തം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കുക. ചൂടോടെ ഒഴിക്കുമ്പോൾ മാവ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കൈ കൊണ്ട് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും ഉള്ളിൻ്റെയും മിക്സിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി മിക്സ് ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. മാവിൻ്റെ തിക്നെസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ കട്ടി കൂടാനും പാടില്ല, കട്ടി കുറയാനും പാടില്ല. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുകട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ 1 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൽ 2 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉള്ളി, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കോക്കനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു 5-4 മിനിറ്റ് മാത്രം മതി. അപ്പോഴത്തേക്കിന് ഇത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വെന്തിട്ട് വരും. അപ്പോൾ മാവിൻ്റെ തിക്നെസ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടൂ. അപ്പോൾ എല്ലാവരും വെള്ളം ചേർക്കുന്ന സമയത്ത് അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ആരെടുത്ത കൽത്തപ്പം റെഡിയാക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ കൽത്തപ്പം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ 3 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.